ഒക്ടോബർ 21 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്ലോബൽ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ പ്രിവെൻഷൻ ഡേ. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂക്ഷ്മ പോഷകമാണ് അയഡിൻ. നമ്മുടെ ശരീരം അത് സ്വയം ഉൽപ്പാദിപ്പിക്കാത്തതിനാൽ ഫുഡ് ഐറ്റംസിൽ നിന്ന് അത് നമ്മുടെ ശരീരത്തിന് നേടിയെടുക്കേണ്ടതുണ്ട്. അയഡിൻ നമ്മുടെ ശരീര വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്ന ഒരു സൂക്ഷ്മ പോഷകമാണ്. ഭക്ഷണത്തിൽ നിന്ന് 90%, വെള്ളത്തിൽ നിന്ന് 10% അയഡിൻ നമ്മൾ ലഭ്യത ഉറപ്പുവരുത്തണം. ഇതിൻ്റെ അഭാവം മുതിർന്നവരിൽ ഹൈപ്പോതൈറോയിഡിസം, അമിതവണ്ണം, ഗോയിറ്റർ തുടങ്ങിയവയ്ക്കും കുട്ടികൾ ക്രിട്ടിനിസം എന്നിവയ്ക്കും കാരണമാകുന്നു. അയഡിൻ കൂടുതലടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ അയഡൈസ്ഡ് സോൾട്ട്, സീവീഡ്, കടൽ മത്സ്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, യോഗട്ട്, ചീസ് തുടങ്ങിയവ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് സോൾട്ട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും അയഡിൻ ഫോർട്ടിഫൈഡ് ആണോ എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതിൻ്റെ അകത്ത് അയഡൈസ്ഡ് സോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഇതിൻ്റെ ന്യൂട്രീഷണൽ ലേബലിങ് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ചിട്ട് മാത്രം സോൾട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒക്ടോബർ 21 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്ലോബൽ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ പ്രിവെൻഷൻ ഡേ. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂക്ഷ്മ പോഷകമാണ് അയഡിൻ. നമ്മുടെ ശരീരം അത് സ്വയം ഉൽപ്പാദിപ്പിക്കാത്തതിനാൽ ഫുഡ് ഐറ്റംസിൽ നിന്ന് അത് നമ്മുടെ ശരീരത്തിന് നേടിയെടുക്കേണ്ടതുണ്ട്. അയഡിൻ നമ്മുടെ ശരീര വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്ന ഒരു സൂക്ഷ്മ പോഷകമാണ്. ഭക്ഷണത്തിൽ നിന്ന് 90%, വെള്ളത്തിൽ നിന്ന് 10% അയഡിൻ നമ്മൾ ലഭ്യത ഉറപ്പുവരുത്തണം. ഇതിൻ്റെ അഭാവം മുതിർന്നവരിൽ ഹൈപ്പോതൈറോയിഡിസം, അമിതവണ്ണം, ഗോയിറ്റർ തുടങ്ങിയവയ്ക്കും കുട്ടികൾ ക്രിട്ടിനിസം എന്നിവയ്ക്കും കാരണമാകുന്നു. അയഡിൻ കൂടുതലടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ അയഡൈസ്ഡ് സോൾട്ട്, സീവീഡ്, കടൽ മത്സ്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, യോഗട്ട്, ചീസ് തുടങ്ങിയവ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് സോൾട്ട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും അയഡിൻ ഫോർട്ടിഫൈഡ് ആണോ എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതിൻ്റെ അകത്ത് അയഡൈസ്ഡ് സോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഇതിൻ്റെ ന്യൂട്രീഷണൽ ലേബലിങ് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ചിട്ട് മാത്രം സോൾട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.